ഇന്ത്യയുടെ എയർ ടു എയർ മിസൈലാണ് അസ്ത്ര. അതിൻ്റെ ശേഷി ഇപ്പം കൂടുതൽ രീതിയിൽ അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എന്താണ് ഇതിന് പിന്നിലുള്ള കാരണം? ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത ഈ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് അഥവാ എയർ ടു എയർ മിസൈൽ കുടുംബമാണ് അസ്ത്ര. അതിൽ അസ്ത്ര 1, അസ്ത്ര 2 ഇവ അസ്ത്ര 1 ഇപ്പോൾ തന്നെ നമ്മുടെ വിമാനങ്ങളിൽ ഘടിപ്പിച്ചു കഴിഞ്ഞു. അസ്ത്ര 2 ഈ വർഷം പകുതി കഴിയുമ്പോഴേക്കും അത് പൂർണ്ണമായിട്ടും ഓപ്പറേഷണലൈസ് ചെയ്യപ്പെടും. അസ്ത്ര 3 വികസനത്തിൻ്റെ പാതയിലാണ്. അത് 2 വർഷത്തിനുള്ളിലേ അത് പൂർണ്ണമായിട്ട് ഓപ്പറേഷണലൈസ് ആവുള്ളൂ. ഈ അസ്ത്ര 1, 2 മിസൈലുകളുടെ റേഞ്ച് പെട്ടെന്ന് ഇത് വർദ്ധിപ്പിച്ചതായിട്ട് വാർത്തകൾ വന്നു. മാത്രമല്ല അസ്ത്ര 2 മിസൈല് ആർക്കും അറിഞ്ഞുകൂടായിരുന്നു അത് ഈ 2026-ൽ അത് പ്രവർത്തനക്ഷമമാകുമെന്നുള്ളത്. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം വ്യോമസേന പറയുന്നു അതിൻ്റെ പിന്നെ ഈ മാനുഫാക്ചററുടെ, അതായത് DRDOയുടെ ട്രയലുകളൊക്കെ പൂർത്തിയായി, ഇനിയിപ്പോൾ അത് യൂസർ ട്രയൽ നടക്കുകയാണെന്ന് പറയുന്നു. അപ്പോൾ ഇത് ആകെ ഒരു സംശയം ആൾക്കാർക്ക്, പ്രതിരോധ വിദഗ്ധർക്കൊക്കെ. ഇത്രയും നാള് ഈ മിസൈല് പണിപ്പുരയിലാണെന്ന് പറഞ്ഞ് ഈ മിസൈൽ എങ്ങനെയാണ് പെട്ടെന്ന് ഇതിൻ്റെ റേഞ്ച് വർദ്ധിക്കുന്നു? അതായത് അസ്ത്ര 1ൻ്റെ റേഞ്ച് 110 തൊട്ട് ഏതാണ്ട് 110 കിലോമീറ്റർ ആണ്. ഇപ്പോൾ പുറത്തു വരുന്നത് അത് പെട്ടെന്ന് 150 കിലോമീറ്റർ ആയിട്ട് വർദ്ധിപ്പിക്കുകയാണ്. അസ്ത്ര 2ൻ്റെ റേഞ്ച് മുൻപ് അനൗൺസ് ചെയ്തിരുന്നത് 150 കിലോമീറ്റർ ആണെന്നാണ്. പക്ഷെ ഇപ്പോൾ DRDO പുറത്തു വിട്ടിരിക്കുന്നത് അതിൻ്റെ റേഞ്ച് 240 കിലോമീറ്റർ ആയിരിക്കും എന്നുള്ളതാണ്. അത് പെട്ടെന്ന് പലരെയും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. എങ്ങനെയാണ് ഇത് ഇന്ത്യ സാധിച്ചെടുത്തത്? അപ്പോൾ ചില മാധ്യമങ്ങൾ വരുന്ന ഊഹാപോഹങ്ങൾ, അതൊരു ഗൂഢാലോചന സിദ്ധാന്തമായിരിക്കാം. അത് പറയുന്നത് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിനിടയ്ക്ക് ചൈനയുടെ PL-15, PL-15 മിസൈലുകൾ ഒരു കുഴപ്പവുമില്ലാതെ ഇന്ത്യ അത് പിടിച്ചെടുത്തിരുന്നു. ജാം ചെയ്തിട്ട് അത് തകർക്കാതെ നമ്മൾ പിടിച്ചെടുത്തു. ആ മിസൈല് റിവേഴ്സ് എഞ്ചിനീയർ ചെയ്താണ് ഇന്ത്യ ഇപ്പോൾ ഈ തേജസ് അതിന് വേണ്ടിയിട്ട് ഈ അസ്ത്ര 1ഉം 2ഉം അതിലെ ടെക്നോളജി ഉപയോഗിച്ചാണ് നമ്മൾ അതിൻ്റെ റേഞ്ച് വർദ്ധിപ്പിച്ചതെന്നാണ് പുറത്തു വരുന്ന ഒരു ഊഹാപോഹം അല്ലെങ്കിൽ ഗൂഢാലോചന സിദ്ധാന്തം. അപ്പോൾ അത് പ്രകാരം അതിൻ്റെ ഡിസൈൻ നമ്മൾ കോപ്പി ചെയ്തതെന്ന് മാത്രമല്ല, ഇതിൽ ഉപയോഗിക്കുന്ന ഇന്ധനം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുകയും അങ്ങനെ പ്രൊപ്പല്ലൻ്റ് എന്ന് പറയുന്ന ഇന്ധനം നമ്മൾ ഒരു പുതിയ പ്രൊപ്പല്ലൻ്റ് സൃഷ്ടിച്ചെടുക്കുകയും ചെയ്തു. ആ പ്രൊപ്പല്ലൻ്റാണ് ഈ അസ്ത്ര 2. പ്രത്യേകിച്ച് അസ്ത്ര 1നേക്കാൾ അസ്ത്ര 2 240 കിലോമീറ്റർ എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിൽ എല്ലാ അമേരിക്കയുടെ ആണെങ്കിലും ചൈനയുടെ ആണെങ്കിലും എല്ലാവരുടെയും കയ്യിലുള്ള ഇപ്പോഴത്തെ അമേരിക്കയുടെ ആംറാം എന്ന് പറയുന്ന എയർ ടു എയർ മിസൈലുണ്ട്. ആ മിസൈൽ ഡി ബ്ലോക്ക് എന്ന് പറയുന്ന അതിൻ്റെ ഏറ്റവും പുതിയ മിസൈലിൻ്റെ റേഞ്ചും ഈ 240-250 കിലോമീറ്ററാണ്. അപ്പോൾ അതാണ് പലരെയും അത്ഭുതപ്പെടുത്തുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ DRDO പ്രതികരിച്ചിട്ടുണ്ട്. DRDO പറയുന്നത് ഇന്ത്യക്ക് ചൈനയുടെ മിസൈലുകളെ കോപ്പി അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്ത്യയുടെ കയ്യിൽ അത്തരം ചൈനീസ് മിസൈലുകൾ കിട്ടി, നമ്മളത് ഡിസ്മാൻഡിൽ ചെയ്ത്, അതായത് അത് ഇളക്കി അത് കൃത്യമായിട്ട് പരിശോധിച്ചു ഒക്കെ ചെയ്തു. പക്ഷേ ഇന്ത്യ ഇപ്പോൾ എയർ ടു എയർ മിസൈലുകളുടെ കാര്യത്തിൽ ഇന്ത്യയുടെ ഈ നേട്ടം നമ്മൾ 5 കൊല്ലത്തോളം ഈ മേഖലയിൽ നടത്തിയ ഗവേഷണത്തിൻ്റെ ഒരു പരിണത ഫലമാണ് എന്നാണ് DRDO പറയുന്നത്. അതായത് 2020 ഒടുവിലാണ് ഇന്ത്യ എയർ ടു എയർ മിസൈലുകൾ വികസിപ്പിക്കാനുള്ള ശ്രമം ഗൗരവമായിട്ട് തുടങ്ങുന്നത്. ഇന്ത്യക്ക് ലോകോത്തര ബാലിസ്റ്റിക് മിസൈലുകൾ, അതായത് അഗ്നി 1, 2, 3, 4, 5 ആ അഗ്നി മിസൈലുകളുടെ ഒരു പരമ്പര ഇന്ത്യക്കുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അഗ്നി പ്രൈം എന്ന ഏറ്റവും ആധുനിക അഗ്നി മിസൈലുണ്ട്. അതുകൂടാതെ പ്രളയ്, അതുപോലെ ധനുഷ്, അങ്ങനെയൊക്കെ ഒരുപാട് മിസൈലുകളുണ്ട്. അതുകൂടാതെ ഈ സബ്മറൈൻ അന്തർവാഹിനികളിൽ നിന്ന് വിക്ഷേപിക്കാൻ പറ്റുന്ന K മിസൈൽ സീരീസിലുള്ള മിസൈലുകൾ. ഇതൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ബാലിസ്റ്റിക് മിസൈലുകളുടെ കാര്യത്തിൽ, അതുപോലെ സൂപ്പർസോണിക് മിസൈൽ എടുക്കുമ്പോൾ റഷ്യയും ഇന്ത്യയും കൂടെ ചേർന്ന് നിർമ്മിച്ച ബ്രഹ്മോസ് മിസൈല്, അതല്ലെങ്കിൽ നമ്മൾ
സ്വന്തമായിട്ട് നിർമ്മിച്ച സബ്സോണിക് ക്രൂയിസ് മിസൈലായ നിർഭയ്, ഇതൊക്കെ ഉണ്ട്. എന്തിന് ഏറ്റവും ഒടുവിൽ ഹൈപ്പർസോണിക് മിസൈൽ വരെ നമുക്കുണ്ട്, ധ്വനി. പക്ഷേ എയർ ടു എയർ മിസൈലുകളുടെ കാര്യത്തിൽ ഇന്ത്യ എന്തുകൊണ്ടോ ഒരു അലംഭാവം കാണിച്ചു എന്നുള്ളത് അതൊരു വസ്തുതയാണ്. എന്തുകൊണ്ടാണ് എന്ന് നമുക്കത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ, പ്രതിരോധ മേഖലയിലെ ഗവേഷണങ്ങളൊക്കെ കൂടുതലും DRDO ആണ്. സർക്കാർ സംവിധാനങ്ങളിലുള്ള സ്വാഭാവികമായിട്ടുള്ള ചില അനാസ്ഥകളും മരവിപ്പും ഒക്കെ ഉണ്ട്. അതായിരിക്കും അതിൻ്റെ പിന്നിൽ. എന്തായാലും അത് പാഠം പഠിച്ചത് 2019 ബാലാക്കോട്ട് ആക്രമണ സമയത്താണ്. പാകിസ്ഥാന്റെ കൈവശം അമേരിക്കയുടെ AIMD ആംറാം മിസൈൽ ഉണ്ടായിരുന്നു. അത്തരം ഒരു മിസൈൽ പ്രയോഗിച്ചിട്ടാണ് നമ്മുടെ മിഗ് വിമാനം തകർക്കപ്പെട്ടത്. അങ്ങനെയാണ് നമ്മുടെ ഒരു പൈലറ്റ് പാകിസ്ഥാന്റെ കസ്റ്റഡിയിൽ പെട്ടതുമൊക്കെ. എന്തായാലും ശരി, അത് ഇന്ത്യയെ സംബന്ധിച്ചൊരു പാഠമായിരുന്നു. അതിനുശേഷം ഇന്ത്യ എയർ ടു എയർ മിസൈലുകൾ വികസിപ്പിക്കുന്ന കാര്യത്തിൽ വളരെ ജാഗ്രതയോടെ പ്രവർത്തിക്കുകയും അതിൻ്റെ ഫലമായിട്ട് തദ്ദേശീയമായിട്ട് നിർമ്മിച്ച അസ്ത്ര മിസൈലുകൾ, ഈ അസ്ത്ര മിസൈലുകൾ ഇപ്പോൾ നമ്മുടെ സുഖോയ് MK-30 അതുപോലെ തേജസിലും ജാഗ്വാറിലും MiG-29 ഒക്കെ തന്നെ ഘടിപ്പിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ 2020 വരെ പാകിസ്ഥാന്റെ കയ്യിൽ 110 കിലോമീറ്റർ റേഞ്ചുള്ള ആംറാം മിസൈൽ ഉണ്ടായിരുന്ന സ്ഥാനത്ത് നമ്മുടെ കൈവശം ഉണ്ടായിരുന്നത് റഷ്യൻ നിർമ്മിത R-77 മിസൈലാണ്. അത് സാധാരണഗതിയിൽ ഒരു 70 കിലോമീറ്റർ റേഞ്ചൊക്കെ ഉള്ളൂ. 80 പറയുമെങ്കിലും 70 കിലോമീറ്റർ റേഞ്ച് മാത്രമേ അതിനുള്ളൂ. പക്ഷെ എന്തുകൊണ്ടോ ഇന്ത്യ പുതിയ മിസൈലുകൾ പുറത്തുനിന്ന് വാങ്ങിക്കാൻ പോലും താല്പര്യപ്പെട്ടില്ല എന്നുള്ളത് സത്യത്തിൽ ഒരു അത്ഭുതകരമായിട്ടുള്ള സംഭവമാണ്. എന്താണ് ഇന്ത്യയെ അക്കാര്യത്തിൽ നിരുത്സാഹപ്പെടുത്തിയതെന്ന് നമുക്കറിഞ്ഞൂടാ. പക്ഷേ ആ ഒരു പിന്നാക്കാവസ്ഥ ഇന്ത്യ നിശ്ചയമായിട്ടും ഇപ്പം മാറിയിരിക്കുന്നു. കാരണം ഇപ്പം നമ്മുടെ എല്ലാ വിമാനങ്ങളിലും തദ്ദേശീയമായിട്ട് നിർമ്മിച്ച 70 കിലോമീറ്റർ റേഞ്ചുള്ള റഷ്യയുടെ R-77 പകരമായിട്ട് നമ്മുടെ അസ്ത്ര 110 കിലോമീറ്റർ റേഞ്ച് ഉള്ളതുണ്ട്. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന്റെ കൈവശം നേരത്തെ അമേരിക്ക കൊടുത്ത മിസൈലിന്റെ അതേ റേഞ്ച് 110-120 കിലോമീറ്റർ നമ്മുടെ അസ്ത്ര 1-നുമുണ്ട്. പക്ഷേ ആ അസ്ത്ര 1-ന്റെ റേഞ്ച് 150 കിലോമീറ്റർ ആയിട്ട് നമ്മൾ ഈ ഒരു 5-6 മാസത്തിനുള്ളിൽ വർദ്ധിപ്പിക്കുമെന്നാണ് പറയുന്നത്. അതിൻ്റെ സോഫ്റ്റ്വെയറിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുകയും അതുപോലെ അതിന് ബേസിക്കായിട്ട് പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും വരുത്താതെ തന്നെ നമുക്ക് ഈ റേഞ്ച് വർദ്ധിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളത് അതൊരു അത്ഭുതകരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു എടുത്തു പറയത്തക്ക നേട്ടമാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. വരാനിരിക്കുന്ന നമ്മുടെ കൈവശമുള്ള ഇപ്പോൾ പരീക്ഷണങ്ങളെല്ലാം പൂർത്തിയാക്കിയ അസ്ത്ര 2 250 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 240-250 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ചൈനയുടെ PL-15 ഇന്ന് പാകിസ്ഥാന്റെ കൈവശമുള്ളതിന് 200 കിലോമീറ്റർ മാത്രമാണ് റേഞ്ച്. അതിലും മെച്ചപ്പെട്ട ഒരു മിസൈലാണ്. ചൈന എക്സ്പോർട്ട് ചെയ്യാതെ ചൈനയുടെ കൈവശം മാത്രം വെച്ചിരിക്കുന്ന PL-15 വെർഷന് മാത്രമേ ഈ റേഞ്ച് ഉള്ളൂ. ഇനി അഥവാ അത് പാകിസ്ഥാന് കൊടുത്താലും സമാന റേഞ്ചുള്ള മിസൈൽ നമ്മുടെ കൈവശം ഇപ്പോഴുണ്ട്. അപ്പോൾ ഇതൊരു വലിയ നേട്ടം തന്നെയാണ്. പ്രത്യേകിച്ച് തദ്ദേശീയമായിട്ട് നിർമ്മിച്ച മിസൈലാകുമ്പോൾ ഇത് വളരെ ചെലവ് കുറവാണ്. ചൈനയുടെ മിസൈൽ പാകിസ്ഥാൻ വാങ്ങുന്നത് തീർച്ചയായിട്ടും വലിയ പണം കൊടുത്താണ്. അമേരിക്കയുടെ മിസൈൽ പാകിസ്ഥാന് കൊടുക്കുന്നതും വലിയ പണം വാങ്ങിച്ചുകൊണ്ടാണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തദ്ദേശീയമായിട്ട് 900 ഒന്നും രണ്ടും അല്ല 900 ഇത്തരം അസ്ത്ര 2 മിസൈലുകൾ ഇന്ത്യ നിർമ്മിക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ്. അത് നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലുമാണ് ഇപ്പോൾ. അതായത് നമുക്ക് ആവശ്യത്തിന് നമുക്ക് മിസൈലുകൾ നമ്മുടെ ഏറ്റവും പഴയ വിമാനമായ ജാഗ്വാറിൽ പോലും ഇനി 150 കിലോമീറ്റർ റേഞ്ചുള്ള അസ്ത്ര 1 ഉണ്ടാകും. നമ്മുടെ തേജസിലും അതുപോലെ തന്നെ നമ്മുടെ കൈവശമുള്ള MiG-30 MKI-ലും ഈ പറയുന്ന അസ്ത്ര 2 ഉണ്ടാകും. റഫാൽ വിമാനത്തിൽ 200-250 കിലോമീറ്ററിന് അടുപ്പിച്ച റേഞ്ചുള്ള മെറ്റിയോർ മിസൈലുകൾ ഫ്രാൻസ് തന്നെ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ റഷ്യയുടെ കൈവശമുള്ള ഏറ്റവും അത്യന്താധുനികമായിട്ട് റഷ്യ വികസിപ്പിച്ചെടുത്ത ഇപ്പോൾ മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അത് റഷ്യൻ വ്യോമസേനയുടെ ഭാഗമായിട്ട് R-37 എന്ന ദീർഘദൂര എയർ ടു എയർ മിസൈൽ, അതിന് ഏതാണ്ട് 400 കിലോമീറ്റർ വരെ റേഞ്ച് ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. 350 കിലോമീറ്ററിന് മുകളിൽ റേഞ്ച് വരുന്ന ആ മിസൈൽ നമ്മൾ സ്വന്തമാക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ദക്ഷിണേഷ്യയിൽ വ്യോമ യുദ്ധത്തിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള
എല്ലാത്തരം എയർ ടു എയർ മിസൈലുകളും നമ്മൾ കൈവശപ്പെടുത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ വിമാനങ്ങൾ പഴയ രീതിയിലുള്ള ഐസൊലേറ്റഡ് ആയ ഒറ്റതിരിഞ്ഞുള്ള വിമാനങ്ങൾ എന്നുള്ളതിൽ നിന്നും മാറി നെറ്റ്വർക്ക് ഓറിയന്റഡ് ആയിട്ടുള്ള, അതായത് നമ്മുടെ പൂർണ്ണമായിട്ടും നമ്മുടെ റഡാറുകളും എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റവും അതുപോലെ സഹോദര വിമാനങ്ങളുമായിട്ട് ചേർന്ന് നെറ്റ്വർക്ക് സെൻട്രിക് വാർഫെയർ എന്ന രീതിയിലേക്ക് നമ്മുടെ വിമാനങ്ങൾ മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയുടെ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഉത്തം എന്ന് പറയുന്ന ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ എയ്സാർ റഡാർ, അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്ന റഡാറുകൾ, ഇതൊക്കെ കൂടെ തന്നെ നമ്മൾ ഏതാണ്ട് അമേരിക്കയുടെയും ചൈനയുടെയും തുല്യമായ രീതിയിലേക്ക് ഒരു നെറ്റ്വർക്ക് സെൻട്രിക് വാർഫെയറിലേക്ക് ഇന്ത്യ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ മാറുന്ന ഒരു എയർ വാർഫെയർ ഡോക്ട്രിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നമ്മുടെ സിദ്ധാന്തം മാറിക്കഴിഞ്ഞു. ആധുനികമായ യുദ്ധതന്ത്രങ്ങളിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വരും ദിവസങ്ങളിൽ നമ്മൾ ഈ Su-57 നിർമ്മിക്കുമ്പോൾ അതിനോടൊപ്പം ഡ്രോണുകളും കാണും. ആദ്യം ഡ്രോൺ മുന്നോട്ട് പോയിട്ടാണ് ആക്രമണം നടത്തുന്നത്, അതിനുശേഷമാണ് യഥാർത്ഥത്തിൽ വിമാനം ആക്രമിക്കാൻ പോകുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ നമ്മൾ ഈ വിഷയത്തിൽ ഉണ്ടാകാൻ പോകുന്ന കൂടുതൽ മുന്നേറ്റങ്ങൾ നമുക്ക് ചർച്ചയ്ക്ക് വിധേയമാക്കാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.